മോർണിംഗ് ആൾ. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺവേർജൻസ് ഇൻ മെഷർ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. അപ്പോൾ എന്താണ് കൺവേർജൻസ് ഇൻ മെഷർ? നമ്മൾ എഫ് എൻ എന്ന് പറയുന്നൊരു സീക്വൻസ് എഫിലോട്ട് കൺവേർജ് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ തന്നെ 2 തരം കൺവേർജൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? സീക്വൻസ് ഓഫ് ഫങ്ഷൻസിൻ്റെ കൺവേർജൻസിൽ പോയിൻറ്റ് വൈസ് കൺവേർജൻസും അതുപോലെ യൂണിഫോം കൺവേർജൻസും. കൂടാതെ ഈ സമയത്ത് തന്നെ നമ്മൾ കുറച്ച് മുമ്പേ ആയിട്ടൊരു കൺവേർജൻസും കൂടി പറഞ്ഞു. കൺവേർജ് പോയിൻറ്റ് വൈസ് ഓൾമോസ്റ്റ് എവ്രിവർ അല്ലേ? പോയിൻറ്റ് വൈസ് കൺവേർജൻസ് ഇല്ലാത്ത സെറ്റിൻ്റെ മെഷർ 0 ആവുന്ന എന്ന കോൺസെപ്റ്റിലാണ് നമ്മളത് പറഞ്ഞത്. ഇനി നമ്മളൊരു നാലാമതൊരു കൺവേർജൻസ് പറയാൻ പോവാണ് മെഷറിൻ്റെ ടേംസിൽ. അതാണ് കൺവേർജൻസ് ഇൻ മെഷർ എന്ന് പറയുന്നത്. എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഡെഫിനിഷൻ: Let Fn be a sequence of measurable functions on E and f measurable function on E, for which each Fn is finite almost everywhere on E. അപ്പം എഫനും എഫും ഒക്കെ മെഷറബിൾ ഫങ്ഷനാണ്, അതുപോലെ ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവ്രിവെയർ ആണ്. The sequence Fn is said to converge in measure on E to provided for each eta greater than 0, limit n tends to infinity, measure of x in E such that fn of x minus f of x greater than eta equal to 0. അപ്പം സീക്വൻസ് ഓഫ് ഫങ്ഷൻ എഫ് എൻ തന്നിട്ടുണ്ട്. ഈ എഫ് എൻ എഫിലോട്ട് കൺവേർജ് ചെയ്യുന്നു, അതായത് കൺവേർജ് ഇൻ മെഷറാണ് പറയുന്നത്. എഫ് എൻ കൺവേർജസ് ടു എഫ് ഇൻ മെഷർ എന്ന് പറയണമെങ്കിൽ എന്താ വേണ്ടത്? നമ്മളൊരു ഈറ്റാനെ എടുക്കും. ഫോർ ഈച്ച് ഈറ്റ ഗ്രേറ്റർ ദാൻ 0, ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. ഒരു സെറ്റിൻ്റെ ലിമിറ്റാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് 0 ആവണം. ഏത് സെറ്റിൻ്റെ? മെഷർ ഓഫ് എക്സ് ഇൻ ഇ സച്ച് ദാറ്റ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈറ്റ. ഈ സെറ്റിൻ്റെ മെഷർ 0 ആവണം. അപ്പോൾ ഈ സെറ്റ് എങ്ങനെയാണ്? ആദ്യം നമ്മൾ എഫ് എൻ എടുത്താൽ എഫ് എൻ ഓഫ് എക്സും എഫ് ഓഫ് എക്സും എടുക്കുക. എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ്. ഓക്കെ, ഇത് ഗ്രേറ്റർ ദാൻ ഈറ്റയാവുന്ന എക്സുകളുടെ കളക്ഷൻ ഉണ്ടാവും. ഓക്കെ, എക്സുകളുടെ കളക്ഷൻ ആ ഒരു സെറ്റിനെ ഞാൻ E1 എന്ന് വിളിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മെഷർ, ഇപ്പോൾ മെഷർ ഓഫ് E1. ഇനി F2, അപ്പോൾ മെഷർ ഓഫ് E2. ഇങ്ങനെ F2 ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈറ്റ ആവുന്ന എക്സുകളുടെ കളക്ഷൻ, ആ എക്സുകളുടെ കളക്ഷനെ E2 എന്ന് വിളിക്കുക. അതിൻ്റെ മെഷർ അങ്ങനെ ഡിഫൈൻ ചെയ്താൽ ഈ മെഷർ ഓഫ് E1, മെഷർ ഓഫ് E2, മെഷർ ഓഫ് E3 എന്ന് പറയുന്ന സെറ്റ് കൺവേർജസ് ടു ഈ മെഷർ 0 കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ഇത് എഫ് എൻ എഫിലോട്ട് കൺവേർജ് ഇൻ മെഷറാണ്. നമുക്ക് ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ ഒന്ന് ഇതിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മെഷർ ഓഫ് എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈറ്റ ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ ഒരു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, ഇത് ഗ്രേറ്റർ ദാൻ അത് 0 ആണെന്ന് പറയുമ്പം എങ്ങനെയാണ് ബൈ ഡെഫിനിഷൻ നമ്മൾ പറയാറ്? ഇതിവിടെ നിൽക്കട്ടെ, ഈ ഒരു സെറ്റിനെ ഞാനൊരു കെ എന്ന് ഡിനോട്ട് ചെയ്യാമെന്നവിടെ വെച്ചോ, അല്ല en എന്ന് ഡിനോട്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മെഷർ ഓഫ് en ഈക്വൽ ടു 0 എന്ന് നമ്മൾ എങ്ങനെ പറയാം? ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, ഒരു എപ്സിലോൺ എടുത്താൽ ഏത് എപ്സിലോൺ? വി ക്യാൻ ഫൈൻഡ് ദർ എക്സിസ്റ്റ് n സച്ച് ദാറ്റ് ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n മെഷർ ഓഫ് en, അതല്ലേ നമ്മുടെ സീക്വൻസ്, മൈനസ് 0 ആണ്, വിച്ച് ഇസ് ലെസ് ദാൻ എപ്സിലോൺ. ഇങ്ങനെയാണ്. അതായത് നമ്മുടെ സെറ്റ് മെഷർ ഓഫ് എക്സ് ഇൻ ഇ സച്ച് ദാറ്റ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈറ്റ ലെസ് ദാൻ എപ്സിലോൺ. ഇങ്ങനെയാണ് എങ്കിൽ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഒരു സ്റ്റേജിന് ശേഷം ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എഫ് എൻ കൺവേർജൻസ് ഇൻ മെഷർ ടു ഇ ആണെന്ന് പറയാം. അപ്പം എഫ് എൻ എഫിലോട്ട് യൂണിഫോം കൺവേർജൻസ് ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എഫ് എൻ കൺവേർജൻസ് ഇൻ മെഷർ ഇൻ ഇ ആണെന്ന് പറയാം. അങ്ങനെ
Fn converges to F uniformly. യൂണിഫോംലി Fn കൺവേർജ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ Fn implies Fn converges to F in measure എന്ന് പറയാം. അതായത് ഈ കേസിൽ നമുക്ക് എന്ത് പറയാം, ലിമിറ്റ് എന്താണ് നോക്കാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മെഷർ. അപ്പോൾ നമുക്ക് വേണ്ടത് മെഷർ ഓഫ് എക്സ് ഇൻ ഇ സച്ച് ദാറ്റ് Fn ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഈറ്റ, ഗ്രേറ്റർ ദാൻ ഈറ്റ ആയിട്ടുള്ള സെറ്റിന്. അപ്പോൾ ഇവിടെ നോക്കുക, Fn എഫിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ നമുക്ക് എന്ത് പറയാം. അപ്പോൾ നമ്മൾ ഈറ്റ എടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ബൈ ഡെഫിനിഷൻ ദർ എക്സിസ്റ്റ് എൻ എൻ സച്ച് ദാറ്റ് ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ Fn മൈനസ് എഫ് എക്സ് ലെസ് ദാൻ ഈറ്റ ആയിരിക്കും. ആണല്ലോ. അപ്പോൾ ഈ സെറ്റ് ഏതാ, എക്സ് ഇൻ ഈ സച്ച് ദാറ്റ് മോഡ് Fn ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഒരു സ്റ്റേജിന് ശേഷം ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ, ഒരു എന്നിന് ശേഷം, അതായത് ഇപ്പോൾ നമ്മൾ E1 എടുത്തു, E1 മെമ്പർ ഉണ്ടാവാം, E2 എടുത്തു മെമ്പർ ഉണ്ടാവും, E3 എടുത്തു മെമ്പർ ഉണ്ടാവും, എക്സെട്ര En നമ്മളെടുത്തു. അപ്പോൾ അവിടെ Fn ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എന്തായിരിക്കും, ലെസ് ദാൻ ഈറ്റയാണ് അല്ലേ. ഒരു സ്റ്റേജിന് ശേഷം അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഗ്രേറ്റർ ദാൻ ഈറ്റ എന്ന് പറയുന്ന ഈ സെറ്റിൽ ആരുണ്ടാവില്ല, മെമ്പേഴ്സ് ഉണ്ടാവില്ല. സോ En ഈക്വൽ ടു എം ടി ആയിരിക്കും. En മാത്രമല്ല, Enന് ശേഷം വരുന്ന എല്ലാ സെറ്റും എം ടി ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ മെഷർ ഓഫ് E1 എന്താ ഒരു ക്വാണ്ടിറ്റി, മെഷർ ഓഫ് E2 ഒരു ക്വാണ്ടിറ്റി, എക്സെട്ര. മെഷർ ഓഫ് En എന്താ, മെഷർ ഓഫ് എം ടി സെറ്റാണ്, അത് 0. മെഷർ ഓഫ് En പ്ലസ് 1 എന്താ, അതും 0, എക്സെട്ര. ഇനി എല്ലാ സെറ്റുകളും എന്താ 0. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് എന്താ 0. അപ്പോൾ എന്ത് കിട്ടി, Fn എഫിലോട്ട് യൂണിഫോം കൺവേർജൻസ് ഉണ്ടെങ്കിൽ Fn എഫിലോട്ടുള്ള കൺവേർജൻസ് ഇൻ മെഷർ കൂടിയാണ് എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മളൊരു പ്രപ്പോസിഷനാണ്. അസ്യൂം E ഹാസ് ഫൈനൈറ്റ് മെഷർ. യൂണിഫോം കൺവേർജൻസ് കുറച്ചുകൂടി സ്ട്രോങ് വെച്ചിട്ടാണ് പറഞ്ഞത്. നെക്സ്റ്റ് നോക്കാം. അസ്യൂം E ഹാസ് ഫൈനൈറ്റ് മെഷർ. എനിക്കൊരു ഫൈനൈറ്റ് മെഷർ ഉണ്ട്. Fn be a sequence of measurable function on E that converges point-wise almost everywhere on E to F, and F is finite almost everywhere on E. Then Fn converges to F in measure on E. എന്താ പറയുന്നത്, സീക്വൻസ് ഓഫ് മെഷറബിൾ ഫംഗ്ഷൻ എടുത്തു, അത് പോയിന്റ് വൈസ് ഓൾമോസ്റ്റ് എവ്രിവെയർ കൺവേർജൻസ് ആണ് ഉള്ളത്. മാത്രമല്ല എഫ് ഫൈനൈറ്റും ആണ് എങ്കിൽ അത് മതി. പോയിന്റ് വൈസ് ഓൾമോസ്റ്റ് എവ്രിവെയർ കൺവേർജൻസ് ഉണ്ടെങ്കിൽ മതി. മെഷർ ഓഫ് ഈ ഫൈനൈറ്റ് ആവണേ. അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് അവിടെ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, Fn ഈ കൺവേർജൻസ് ഇൻ മെഷർ സാറ്റിസ്ഫൈ ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താ, എഫ് ഈസ് മെഷറബിൾ. എന്തുകൊണ്ടാണ് Fn എന്ന് പറയുന്നത്, നമുക്ക് തന്നിരിക്കുന്നത് Fn കൺവേർജസ് ടു F പോയിന്റ് വൈസ് ഓൾമോസ്റ്റ് എവ്രിവെയർ ആണ്. അപ്പോൾ പോയിന്റ് വൈസ് ലിമിറ്റ് ഓഫ് എ മെഷറബിൾ ഫംഗ്ഷൻ പോയിന്റ് മെഷറബിൾ ആയതുകൊണ്ട് എഫ് മെഷറബിൾ ആണ്. ഓക്കെ, എഫ് ഈസ് മെഷറബിൾ. ഇനി ലെറ്റ് ഈറ്റ ഗ്രേറ്റർ ദാൻ 0. നമുക്ക് കൺവേർജൻസ് ഇൻ മെഷർ ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടി നമ്മളൊരു ഈറ്റ പോസിറ്റീവ് എടുത്തു. ടു പ്രൂവ് കൺവേർജൻസ് ഇൻ മെഷർ വി ലെറ്റ്, നമുക്ക് ബൈ ഡെഫിനിഷൻ നമ്മൾ രണ്ടാമത്തെ ഡെഫിനിഷൻ നമ്മൾ എന്തേ പറഞ്ഞിരുന്നത്, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു 0. അതിന് പകരം എന്ത് ചെയ്താൽ മതി, നമുക്ക് ഒരു എപ്സിലോൺ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, ഫോർ എവറി എപ്സിലോൺ നമ്മൾ ആ മെഷർ കൺവേർജൻസ് ഇൻ മെഷറിൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ എപ്സിലോൺ ഡെഫിനിഷൻ കൊടുക്കുകയാണ്. എപ്സിലോണിന് നമുക്ക് എന്ത് കണ്ടെത്തണം, ഒരു n നമുക്ക് കണ്ടെത്തണം. such that measure of x in E such that Fn of x minus f of x greater than ഈറ്റയുടെ സെറ്റിൻ്റെ മെഷർ എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n greater than or equal to n. നമുക്കിത് പ്രൂവ് ചെയ്താൽ മതി അല്ലേ. അപ്പം നമുക്ക് പറയാവുന്നത് Fn എഫിലോട്ട് പോയിന്റ് വൈസ് കൺവേർജൻസ് ഉണ്ട് ഓൾമോസ്റ്റ് എവ്രിവെയർ. നമുക്ക് എഗ്രോഫ് തിയർ ഉണ്ടായിരുന്നു. എഗ്രോഫ് തിയർ എന്താ പറഞ്ഞിരുന്നത്, എഗ്രോഫ് തിയറും പറഞ്ഞിരുന്നത് ഇങ്ങനെ ഒരു പോയിന്റ് വൈസ് കൺവേർജൻസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ നിന്നും യൂണിഫോം കൺവേർജൻസ് ഉള്ളൊരു സെറ്റ് കണ്ടുപിടിക്കാം അല്ലേ. ദർ എക്സിസ്റ്റ് എ മെഷറബിൾ സെറ്റ് എഫ്
ഉണ്ടാവും സച്ച് ദാറ്റ് മെഷർ ഓഫ് ഇ മൈനസ് എഫ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. മാത്രമല്ല എഫ് എൻ കൺവേർജസ് ടു എഫ് എന്നുള്ള കൺവേർജൻസ് യൂണിഫോം ആയിരിക്കും ഓൺ എഫ്. ഇതാണ് എഗ്രോഫ് തിയറം പറഞ്ഞത്. അപ്പോൾ എഫ് എൻ എഫിലോട്ടുള്ള കൺവേർജൻസ് യൂണിഫോം ആണ്. ഓക്കെ, മെഷർ ഓഫ് ഇ മൈനസ് എഫ് ലെസ് ദാൻ എപ്സിലോണും ആയിരിക്കും ബൈ എഗ്രോഫ് തിയറം. അപ്പോൾ ഇനി നമ്മൾ ഈ യൂണിഫോം കൺവേർജൻസ് ഉള്ള ഭാഗം നോക്കിയാൽ എഫ് എൻ എഫിലോട്ട് എഫിൽ യൂണിഫോം കൺവേർജൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു എൻ കാണാൻ പറ്റും അല്ലേ. സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എഫ് എൻ മൈനസ് എഫ് ലെസ് ദാൻ ഈറ്റ ഓൺ എഫ്, ഓർക്കുക എഫിൽ മാത്രമാണ്, ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ബൈ ഡെഫിനിഷൻ ഓഫ് യൂണിഫോം കൺവേർജൻസ് ഓൺ എഫ്. അപ്പോൾ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ എക്സ് ഇൻ ഈ സച്ച് ദാറ്റ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈറ്റ എന്തായിരിക്കും? നമുക്കറിയാം എഫിൽ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അവിടെ എഫ് എൻ മൈനസ് എഫ് ലെസ് ദാൻ ഈറ്റയാണ് അല്ലേ. നമ്മൾ കറസ്പോണ്ടിങ് ടു ഈറ്റ, എപ്സിലോണിനല്ല കറസ്പോണ്ടിങ് ടു ഈറ്റ എടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി പറയാം, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ കൺവേർജൻസ് ഇൻ മെഷർ പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം ഒരു എപ്സിലോൺ ചൂസ് ചെയ്തു, അതായത് മെഷർ ഓഫ് ഈ സെറ്റ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കാണിക്കണം. അപ്പോൾ ഒരു എൻ നമുക്ക് ഇൻഡെക്സ് വേണം. അപ്പോൾ ഒരു എപ്സിലോൺ ചൂസ് ചെയ്തു. അപ്പം മാത്രമല്ല, അപ്പോൾ ഈ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയി എഗ്രോഫ് തിയറം പ്രകാരം നമുക്ക് എന്ത് കിട്ടും? എഫ് എന്ന് എഫിലോട്ട് ഒരു യൂണിഫോം കൺവേർജൻസിലൊരു സെറ്റ് എഫ് എക്സിസ്റ്റ് ചെയ്യും. അതിൻ്റെ മെഷർ ഓഫ് ഇ മൈനസ് എഫ് എന്ന് പറയുന്നത് അതിൻ്റെ കോംപ്ലിമെൻറ്റിൻ്റെ മെഷർ ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട്, അതായത് പോയിന്റ് വൈസ് യൂണിഫോം കൺവേർജൻസ് ഇല്ലാത്ത സെറ്റ് അത് ഇതിൻ്റെ മെഷർ ലെസ് ദാൻ എപ്സിലോൺ ആയിട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഗ്രോഫ് തിയറം പ്രകാരം പറയാം. അപ്പോൾ ഈ എഫിൽ എഫിൻ്റെ കൺവേർജൻസ് യൂണിഫോം ആയതുകൊണ്ട് തന്നെ നമുക്കവിടെ കറസ്പോണ്ടിങ് ടു ഈറ്റ ബൈ ഡെഫിനിഷൻ ഓഫ് യൂണിഫോം കൺവേർജൻസ് കറസ്പോണ്ടിങ് ടു ഈറ്റ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു ഇൻഡെക്സ് എൻ കാണാൻ പറ്റും. സച്ച് ദാറ്റ് മോഡ് എഫ് എൻ മൈനസ് എഫ് ലെസ് ദാൻ ഈറ്റ ഓൺ എഫ് ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ആണല്ലോ. അതായത് എഫിലുള്ള ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അവിടെ എഫ് എൻ മൈനസ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സിൻ്റെ ഡിഫറൻസ്, അതായത് വാല്യൂ ലെസ് ദാൻ ഈറ്റ ആയിരിക്കും. അപ്പോൾ ഈ എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈറ്റ ആവുന്ന എക്സുകൾ എവിടെയാണ് ഉണ്ടാവുക? ലെസ് ദാൻ ഈറ്റ, എഫിലുള്ള എല്ലാവർക്കും ലെസ് ദാൻ ഈറ്റയാണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഈറ്റ ഉള്ള ആളുകൾ എവിടെയാണ് ഉണ്ടാവുക? എഫിൻ്റെ കോംപ്ലിമെൻറ്റ് ദാറ്റ് ഈസ് ഇ മൈനസ് എഫിൽ. അപ്പോൾ എക്സ് ഇൻ ഈ സച്ച് ദാറ്റ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈറ്റ എന്ന് പറയുന്ന ആൾ ഇസ് എ സബ്സെറ്റ് ഓഫ് ഇ മൈനസ് എഫ് ആയിരിക്കും. ഇസ് എ സബ്സെറ്റ് ഓഫ് ഇ മൈനസ് എഫ്. അപ്പോൾ അതിൻ്റെ മെഷർ എന്തായിരിക്കും? ദറ്റ് ഈസ് മെഷർ ഓഫ് എക്സ് ഇൻ ഈ സച്ച് ദാറ്റ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് മോഡുലസ് ഓഫ് ഗ്രേറ്റർ ദാൻ ഈറ്റ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മെഷർ ഓഫ് ഇ മൈനസ് എഫ് ആണ്. ഇ മൈനസ് എഫിൻ്റെ മെഷർ എന്താ? ഇസ് ലെസ് ദാൻ എപ്സിലോൺ. അപ്പോൾ മെഷർ ഓഫ് എക്സ് ഇൻ ഈ സച്ച് ദാറ്റ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് ഗ്രേറ്റർ ദാൻ എ ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ. അപ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടും? എഫ് എൻ കൺവേർജൻസ് ഇൻ മെഷർ ആണ് എന്നുള്ള കാര്യം കിട്ടും. അപ്പം ഇവിടെ ഇത് ഈ പ്രപ്പോസിഷൻ നമുക്ക് ഈക്ക് ഫൈനൈറ്റ് മെഷർ ഉള്ളപ്പോഴേ നമ്മളിത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത കേസിൽ ഇത് ഫെയിൽ ആവും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, അത് എക്സസൈസ് ആയിട്ട് ചെയ്യാം. നെക്സ്റ്റ് തിയറം റീസ് തിയറം ഫോർ റീസ് തിയറം. എന്താണ് റീസ് തിയറം? ഇഫ് എഫ് എൻ കൺവേർജസ് ടു എഫ് ഇൻ മെഷർ ഓൺ ഇ, then there is a subsequence f and k that converges point-wise almost everywhere on E to F. എന്താ പറയുന്നത്? റീസ് തിയറം പറയുന്നത് എഫ് എൻ എന്ന് പറയുന്നത് എഫിലോട്ട് കൺവേർജ് ചെയ്യുന്നുണ്ട്. ആ കൺവേർജൻസ് ഇൻ മെഷർ ആണ്. അങ്ങനെയാണെങ്കിൽ then there is a subsequence f and k that converges point-wise almost everywhere on E to F. എഫ് എൻ എഫിലോട്ട് നമ്മൾ പറഞ്ഞു പോയിന്റ് വൈസ് കൺവേർജൻസ് വെച്ചിട്ട് ഇപ്പോൾ തിരിച്ചങ്ങോട്ട് മെഷർ ഓഫ് ഈ ഫൈനൈറ്റ് ആണെങ്കിൽ, അതായത് യൂണിഫോം കൺവേർജൻസ് ആണ് കൺവേർജൻസ് ഇൻ മെഷറാന്ന് പറഞ്ഞു. ഇനി മെഷർ ഓഫ് ഈ ഫൈനൈറ്റ് ആണെങ്കിൽ പോയിന്റ് വൈസ് കൺവേർജൻസ് ഓൾമോസ്റ്റ് എവറിവെയർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? കൺവേർജൻസ് ഇൻ മെഷർ പറയാം. തിരിച്ചങ്ങോട്ട് പറയാൻ പറ്റില്ല. പക്ഷേ എഫ് എൻ എഫിലോട്ടൊരു കൺവേർജൻസ് ഇൻ മെഷർ ഉണ്ടെങ്കിൽ എഫ് എന്നിൻ്റെ ഒരു സബ്സീക്വൻസിന് എഫിലോട്ട് പോയിന്റ് വൈസ് കൺവേർജൻസ് ഉണ്ടാവും. ഓൾമോസ്റ്റ് എവറിവെയർ പോയിന്റ് വൈസ് കൺവേർജൻസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്.
എഫ് എൻ തിരിച്ച് അങ്ങോട്ടുണ്ടാവില്ല. എഫ് എൻ എഫിലോട്ട് കൺവേർജൻസ് ഇൻ മെഷർ ആണെങ്കിൽ എഫ് എൻ എഫിലോട്ട് പോയിന്റ് വൈസ് കൺവേർജൻസ് ഒന്നും ഉണ്ടാവില്ല. പകരം എഫ് എന്നിൻ്റെ ഒരു സബ്സീക്വൻസിന് എഫിലോട്ടൊരു പോയിന്റ് വൈസ് കൺവേർജൻസ് ഉണ്ടാവും ഓൾമോസ്റ്റ് എവ്രിവർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൂഫ് നോക്കാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എഫ് എൻ എഫിലോട്ട് കൺവേർജൻസ് ഇൻ മെഷർ ഉണ്ട് എന്നാണ്. ഇപ്പോൾ ബൈ ഡെഫിനിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഡെഫിനിഷനായിട്ട് യൂസ് ചെയ്യുന്നത് ഇതാണ്. ഫോർ എപ്സിലോൺ ഡെഫിനിഷൻ പ്രകാരം, അതായത് എഫ് എൻ കൺവേർജസ് ടു എഫ് ഇൻ മെഷറാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റൻസ് സച്ച് ദാറ്റ് ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ measure of x in E such that modulus of fn of x minus f of x greater than eta അല്ലേ, ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എപ്സിലോണിനായിട്ട്, അതായത് എഫ് എൻ എഫിലോട്ട് കൺവേർജൻസ് മെഷർ ഉള്ളതുകൊണ്ട് ഇത് സാറ്റിസ്ഫൈ ചെയ്യും ഫോർ എനി എപ്സിലോൺ ആൻഡ് ഈറ്റ. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്? എപ്സിലോണായിട്ട് ഞാൻ 1/2k സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഈറ്റയായിട്ട് 1/kനും സെലക്ട് ചെയ്യാണ്. അപ്പോൾ എന്ത് പറയാം? ഈ എപ്സിലോണിന് കറസ്പോണ്ടിങ് 1/2k കറസ്പോണ്ടിങ് ആയിട്ട് ഒരു n എക്സിസ്റ്റ് ചെയ്യും. ആ എന്നിനെ നമുക്ക് nk എന്ന് വിളിക്കാം. അപ്പോൾ കറസ്പോണ്ടിങ് 1/2ന് കറസ്പോണ്ടിങ് ആയിട്ട് n1 എക്സിസ്റ്റ് ചെയ്യും. 1/2 അങ്ങനെ എപ്സിലോൺ മാറ്റിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച്, അപ്പം അതിനനുസരിച്ച് നമുക്കൊരു n2 എക്സിസ്റ്റ് ചെയ്യും. കറസ്പോണ്ടിങ് കേക്ക് 1 കൊടുക്കുമ്പോൾ നമുക്ക് ഈറ്റ 1 ആയിട്ട് എടുക്കുക. കേക്ക് 2 കൊടുക്കുന്ന കേസിൽ 1/2 എപ്സിലോൺ അല്ല, എപ്സിലോൺ k ആണ് മാറുക ഫസ്റ്റ് കേസ്. അപ്പോൾ നമ്മൾ എപ്സിലോൺ ഇതൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കാം. അപ്പോൾ ഫസ്റ്റത്തെ കേസിൽ എന്ത് ചെയ്യുക? ഞാൻ എപ്സിലോണായിട്ട് 1/2ഉം ഈറ്റയായിട്ട് 1ഉം ചൂസ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? എനിക്ക് ഒരു n1 കിട്ടും. സച്ച് ദാറ്റ് മെഷർ ഓഫ് എക്സ് ഇൻ ഈ സച്ച് ദാറ്റ് എഫ് ജെ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ഇതിൻ്റെ മെഷർ ലെസ് ദാൻ 1/2 ഫോർ ഓൾ ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n1. ഇനി ഞാൻ എപ്സിലോണായിട്ട് 1/2² കൊടുക്കുകയാണ്, ഈറ്റയായിട്ട് 1/2 കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും? എനിക്കൊരു n2 എന്ന് പറയുന്ന ഒരു സ്റ്റേജ് കിട്ടും. മെഷർ ഓഫ് എക്സ് ഇൻ ഈ സച്ച് ദാറ്റ് എഫ് ജെ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1/2 ഇസ് ലെസ് ദാൻ 1/2² ഫോർ ഓൾ ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു nk. അങ്ങനെ എനിക്കൊരു സീക്വൻസ് nkകൾ കിട്ടും കറസ്പോണ്ടിങ് എപ്സിലോൺ 1/2k ഈറ്റ 1/kക്കും കറസ്പോണ്ടിങ് ആയിട്ട്. അങ്ങനെ ഈ സെറ്റ് എക്സ് ഇൻ ഈ സച്ച് ദാറ്റ് എഫ് ജെ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1/k എന്ന് പറയുന്ന ഈ സെറ്റിനെ ഞാൻ EK ആയിട്ട് വിളിക്കുകയാണ്. ദറ്റ് ഈസ് EK ഈക്വൽ ടു എക്സ് ഇൻ ഈ സച്ച് ദാറ്റ് എഫ് എൻ കെ മൈനസ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1/k. അങ്ങനെയാണെങ്കിൽ മെഷർ ഓഫ് EK എന്താ? നമുക്ക് ഷോർട്ടാക്കിയിട്ട് ഇതിനെല്ലാം പറയാം. ദറ്റ് ഈസ് മെഷർ ഓഫ് ഇതിന് എന്ത് പറയാം? മെഷർ ഓഫ് EK ലെസ് ദാൻ 1/2k എന്ന് പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സിഗ്മ k ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി മെഷർ ഓഫ് EK എന്താ? സിഗ്മ k ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി മെഷർ ഓഫ് EK is less than sigma k equal to 1 to infinity 1/2k. ഈ 1/2k geometric series അല്ലേ, which convergent, so which is finite. That is sigma k equal to 1 to infinity measure of EK is finite. ആണല്ലോ. ഇപ്പോൾ നമ്മുടെ ബോറൽ കാൻഡിലിൽ ലെമ്മ ഉണ്ടായിരുന്നു. എന്താ പറയുന്നത്? നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ പറഞ്ഞതാണ്. Let EK k equal to 1 to infinity be countable collection of measurable set for which sigma k equal to 1 to infinity measure of EK less than infinity. അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഓൾ എക്സ് ഇൻ ആർ ബിലോങ് ടു അറ്റ്മോസ്റ്റ് ഫൈനൈറ്റ്ലി മെനി ഓഫ് EKs. ഓൾമോസ്റ്റ് ഓൾ എക്സും എവിടെയാണ് ഉണ്ടാവുക? ഫൈനൈറ്റ്ലി മെനി EKസിലേ ഉണ്ടാവുള്ളൂ എന്ന് പറയാം. അപ്പോൾ ഇവിടെയും സിഗ്മ k ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി മെഷർ ഓഫ് EK ലെസ് ദാൻ ഇൻഫിനിറ്റി ആയതുകൊണ്ട് തന്നെ ബോറൽ കാൻഡിലി ലെമ്മ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് പറയാം? ഓൾമോസ്റ്റ് ഓൾ എക്സ് ഇൻ ഇ എവിടെ ഉണ്ടാവുക? ഫൈനൈറ്റ്ലി മെനി EKസിലാണ് ഉണ്ടാവുക എന്ന് പറയാം അല്ലേ. അപ്പോൾ ഫൈനൈറ്റ്ലി മെനി EKs ഒരു ഓക്കെ ഒരു നമ്മളിപ്പോൾ ഒരു ഫൈനൈറ്റ് ആയിട്ട് ഒരു നമ്പർ സെറ്റ് ചെയ്യാണ്, ഒരു 10 ഒക്കെ വിചാരിച്ചോ. അപ്പോൾ ഈ 10 EKസിലുണ്ടാവും. എന്തായാലും ഒരു ഫൈനൈറ്റ് ഒരു 10 EKസിലുണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ അത് 10 നമ്മൾ E1 E2 എക്സെട്ര E10 എന്ന് ആവണമെന്നില്ല. ഒന്ന് E1, പിന്നൊന്ന് E10, പിന്നൊന്ന് E1000,
പിന്നൊന്ന് ഈ 9 അങ്ങനെയൊക്കെ ആയിട്ടുള്ള 10 വരാം. എന്ത് തന്നെ ആയാലും ഈ 10ാമത്തെ ആൾ ആരാണോ അയാൾ കഴിഞ്ഞാൽ പിന്നെ ആരിലും എന്തുണ്ടാവില്ലല്ലോ, എക്സ് ഉണ്ടാവില്ല അല്ലേ. കാരണം ഈ 10 വരെ വരുന്ന ഈ 10 ഉണ്ടാവുള്ളൂ എന്ന് വെച്ചാലും ഈ 10 പല സ്ഥലത്തായിട്ടാണ് ഉണ്ടാവുക. എങ്കിലും ആ ഒരു 10ാമത്തെ ആളും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരാളെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മളൊരു സ്റ്റേജ് എടുക്കുകയാണെങ്കിൽ അയാളെ നമ്മൾ കെ ഓഫ് എക്സ് എന്ന് വിളിച്ചാൽ ആ കെ ഓഫ് എക്സിന് ശേഷം വരുന്ന ഒരു ഇൻഡെക്സിലും ആ ഇൻഡെക്സിനെ കെ ഓഫ് എക്സിന് എടുക്കുക. അപ്പോൾ 10ാമത്തെ ആളായിരുന്നു എങ്കിൽ ആ 10ാമത്തെ ആൾ ഒരു ഈ 1,00,000 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ 1,00,000 ശേഷം വരുന്ന ഒരു സ്റ്റേജിലും ആരുണ്ടാവില്ല. അപ്പോൾ 1,00,001 എന്നുള്ളത് കെ ആയിട്ട് എടുത്താൽ ഈ 1,00,001 അതിന് ശേഷം വരുന്ന ഒരു ഈ എന്നുകളിലും ആരുണ്ടാവില്ല, എക്സ് ഉണ്ടാവില്ല. അതാണ് നമ്മുടെ ബോറൽ കാൻഡിലി ലെമ്മ പറയുന്നത്. അപ്പോൾ എന്താ കിട്ടി, ദർ ഈസ് എൻ ഇൻഡെക്സ് കെ ഓഫ് എക്സ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഈ 1,00,001 പോലെയുള്ള ഒരു ഇൻഡെക്സ് ഉണ്ടാവും. സച്ച് ദാറ്റ് എക്സ് നോട്ട് ബിലോങ്സ് ടു ഇ കെ ഇഫ് കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി, എഫ് എൻ കെ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/k ഫോർ ഓൾ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ഓഫ് എക്സ്. കാരണം എന്താ, ഇ കെയിലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ കെ എന്ന് പറയുന്നത് എഫ് എൻ കെ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1/k ആവുന്ന ആളുകളാണ്. അപ്പോൾ ഇ കെയിലില്ല എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/k ആയിരിക്കും ഫോർ ഓൾ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ഓഫ് എക്സ്. അതിൻ്റെ അർത്ഥം എന്താ, ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് എൻ കെ ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പോൾ എന്തായി, അവിടെ ഓൾമോസ്റ്റ് എവറിവർ കൺവേർജൻസ്, പോയിന്റ് വൈസ് കൺവേർജൻസ് ഉണ്ട് എന്ന് കിട്ടും. നെക്സ്റ്റ്, കൊറോളറി. Let fn be a sequence of non-negative integrable function on E, then limit n tends to infinity integral over E fn equal to 0 if and only if sequence fn convergence in 0 in measure on E and sequence fn is uniformly integrable and tight over A. എന്താ പറയുന്നത്, fn is a sequence of non-negative integrable function on E. fn എന്ന് പറയുന്നത് sequence of non-negative integrable function ആണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എൻ ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് സീക്വൻസ് എഫ് എൻ, അപ്പം എന്തൊക്കെ കണ്ടീഷൻസ് വരാം, ഇൻ്റഗ്രൽ എഫ് എൻ 0 ആണെങ്കിൽ എഫ് എൻ കൺവേർജസ് ടു 0 ഇൻ മെഷറാണ്. കൂടാതെ എഫ് എൻ യൂണിഫോംലി ഇൻ്റഗ്രബിൾ ആൻഡ് ടൈറ്റ് ഓവർ ഇ ആണ്. ഈ ഒരു സാധനം നമ്മൾ തൊട്ട് മുന്നത്തെ ജനറൽ വിറ്റാലി കൺവേർജൻസ് തിയറം പറഞ്ഞതിൻ്റെ കൊറോളറി ആയിട്ട് ഇതിൻ്റെ ഒരു ഭാഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ, എഫ് എൻ സീക്വൻസ് ഓഫ് നോൺ നെഗറ്റീവ് ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻ ഓൺ ഈ ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എൻ ഈക്വൽ ടു 0 ആണെങ്കിൽ എഫ് എൻ യൂണിഫോംലി ഇൻ്റഗ്രബിൾ ആൻഡ് ടൈറ്റ് ഓവർ ഈ ആണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് പ്രകാരം ആ ഒരു ഭാഗം നമുക്ക് പ്രൂവ് ചെയ്യണ്ട. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ അസ്യൂം 5 ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എൻ ഈക്വൽ ടു 0 അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ 6ലുള്ള 2 കാര്യങ്ങൾ നമുക്ക് ആ ജനറൽ വിറ്റാലി കൺവേർജൻസ് തിയറത്തിൽ നിന്ന് കിട്ടും. ഇത് എഫ് എൻ എന്ന് പറയുന്ന യൂണിഫോംലി ഇൻ്റഗ്രബിൾ ആൻഡ് ടൈറ്റ് ഓവർ ഇ ആണെന്ന്. ഇനി നമുക്ക് പറയേണ്ടത് എന്താ, എഫ് എൻ കൺവേർജസ് ടു 0 ഇൻ മെഷർ ആണ് എന്നാണ് പറയേണ്ടത്. ഓക്കെ, എഫ് എൻ കൺവേർജസ് ടു 0 ഇൻ മെഷർ. അപ്പം അതിന് വേണ്ടി നമ്മൾ ഈറ്റ പോസിറ്റീവ് എടുക്കുക, ബൈ ഡെഫിനേഷൻ ഇതാക്കാൻ വേണ്ടി ഈറ്റ പോസിറ്റീവ് എടുക്കുക. അപ്പോൾ ഷെബിഷെഫ്സ് ഇനീക്വാളിറ്റി പ്രകാരം നമുക്ക് എന്ത് പറയാം, ഫോർ ഈച്ച് ഇൻഡെക്സ് എൻ എ മെഷർ ഓഫ് എക്സ് ഇൻ ഈസ് സച്ച് ദാറ്റ് എഫ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/ഈറ്റ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എൻ ആണ്. അതാണ് ഷെബിഷെഫ്സ് ഇനീക്വാളിറ്റി പറയുന്നത്. ഇനി അവിടെ 2 സൈഡിലും ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും, 0 മെഷർ അല്ല, അതുകൊണ്ട് തന്നെ അത് 0-നേക്കാൾ വലുതായിരിക്കും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മെഷർ ഓഫ് എക്സ് ഇൻ ഈ എഫ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/ഈറ്റ കോൺസ്റ്റൻ്റ് ആണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എൻ. എന്താ ലിമിറ്റ് n ടെൻസ് ടു ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എൻ, ബൈ അവർ അസംഷൻ ഇറ്റ്സ് 0. അപ്പോൾ എന്ത് കിട്ടി, മെഷർ ഓഫ് എക്സ് ഇൻ ഈ സച്ച് ദാറ്റ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മെഷർ ഓഫ് എക്സ് ഇൻ ഈ സച്ച് ദാറ്റ് എഫ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈറ്റ ഈസ് 0. സോ എഫ് എൻ കൺവേർജസ് ടു 0 ഇൻ മെഷർ എന്ന് പറയും. അപ്പം ഡയറക്റ്റ് പാർട്ട് സിമ്പിളാണ്, ജസ്റ്റ് ഷെബിഷെഫ്സ് ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്യാനേ ഉള്ളൂ. തിരിച്ച് കോൺവേഴ്സ് പാർട്ടാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഒന്ന് ചിന്തിക്കാനുണ്ട് എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ കൂടുതൽ ടഫ്നെസ് ഒന്നും ഇതിലുമില്ല.
അപ്പോൾ കോൺവേഴ്സ് പാർട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയുണ്ട്? എഫ് എൻ കൺവേർജൻസ് ഇൻ സീറോ ഇൻ മെഷർ ഓൺ ഇ ആണ്. എഫ് എൻ യൂണിഫോംലി ഇൻ്റഗ്രബിൾ ആൻഡ് ടൈറ്റ് ഓവർ ഇ ആണ്. നമുക്ക് കാണിക്കേണ്ടത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എൻ 0 ആണ് എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ അതിന് പകരം എന്ത് കാണിച്ചാൽ മതി? നമ്മളൊരു എപ്സിലോൺ നോട്ട് എക്സിസ്റ്റ് ചെയ്യും. ഇത് സീറോയിലോട്ട് ഇത് 0 ആണ് എന്നുള്ള ഈ ലിമിറ്റ് 0 ആണ് എന്നുള്ളതിന് പകരം നമ്മൾ കോൺട്രഡിക്ഷൻ അസ്യൂം ചെയ്യാണ്. ഒരു കോൺട്രഡിക്ഷൻ മെത്തേഡിലാണ് ചെയ്യുന്നത്. ഇത് ശരിയല്ല എന്നുള്ള ഒരു അസംഷൻ എടുക്കുകയാണ്. എന്താണ്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എൻ നോട്ട് ഈക്വൽ ടു 0 എന്ന അസംഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അത് 0 അല്ല എന്ന് പറയുമ്പോൾ എന്ത് പറയാം? ഈ സീക്വൻസ്, അതായത് ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എന്നിൻ്റെ ഒരു സീക്വൻസ് ഉണ്ടാവും അല്ലേ? നമുക്കൊരു എപ്സിലോൺ നോട്ടും കാണാൻ പറ്റും ആൻഡ് നമുക്ക് ഇതിനൊരു സീക്വൻസും കാണാൻ പറ്റും സച്ച് ദാറ്റ് ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എൻ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ടായിട്ട്. അപ്പോൾ എഫ് എൻ കെ ഒരു സബ് സീക്വൻസ് നമുക്ക് കാണാൻ പറ്റും. ആ സബ് സീക്വൻസ് ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എൻ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ഫോർ ഓൾ കെ. ഇത് എന്താണ്? നമ്മൾ കോൺട്രഡിക്ഷൻ ഈ ഒരു ലിമിറ്റ് അല്ല സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. ഓക്കെ, അപ്പം അതേസമയം നമുക്കറിയാവുന്നതാണ് ഈ എഫ് എൻ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? എഫ് എൻ കൺവേർജസ് ടു 0 ഇൻ മെഷറാണ്. എഫ് എൻ യൂണിഫോംലി ഇൻ്റഗ്രബിൾ ആൻഡ് ടൈറ്റ് ഓവർ ഇ ആണ്. അപ്പോൾ എഫ് എൻ യൂണിഫോംലി ഇൻ്റഗ്രബിളും ടൈറ്റ് ഓവർ ഇയും ആണെങ്കിൽ എഫ് എന്നിൻ്റെ സബ്സീക്വൻസ് യൂണിഫോംലി ഇൻ്റഗ്രബിൾ ആൻഡ് ടൈറ്റ് ഓവർ ഇ ആയിരിക്കും. ഓക്കെ, മാത്രമല്ല എഫ് എൻ കൺവേർജസ് ടു 0 ഇൻ മെഷർ ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ തിയർ എന്താ പറയുന്നത്? എഫ് എൻ കൺവേർജസ് ടു എഫ് ഇൻ മെഷർ ഓൺ ഇ ആണെങ്കിൽ then there is a subsequence fnk that converges point wise almost everywhere to e f na. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ എഫ് എൻ 0 കൺവേർജ് ചെയ്യുന്നതുകൊണ്ട് എഫ് എന്നിൻ്റെ ഒരു സബ്സീക്വൻസ് ഏതാണെന്നറിയില്ല, അത് നമുക്ക് എക്സിസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ നമ്മൾ എഫ് എൻ ആയിട്ടല്ല എഫ് എൻ കെയുടെ സബ്സീക്വൻസ് ആയിട്ടാണ് പരിഗണിക്കുക. അതായത് എഫ് എൻ കെ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എന്ത് ചെയ്തു? കോൺവേഴ്സ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കോൺട്രഡിക്ഷൻ നമ്മൾ അസ്യൂം ചെയ്യാണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എൻ 0 അല്ല എന്ന് അസ്യൂം ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിനൊരു എപ്സിലോൺ നോട്ട്, ദർ ഇസ് എൻ എപ്സിലോൺ നോട്ട് ആൻഡ് എ സബ്സീക്വൻസ് എഫ് എൻ കെ ഉണ്ടാവും. ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എൻ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ സബ്സീക്വൻസ് എഫ് എൻ കെക്ക് എന്തെല്ലാം പ്രത്യേകത? ഇത് എഫ് എന്നിൻ്റെ സബ്സീക്വൻസ് ആണ്. അപ്പോൾ എഫ് എന്നിനുള്ള പ്രോപ്പർട്ടീസൊക്കെ ഇതിനുണ്ട്. എന്തൊക്കെയുണ്ട്? കൺവേർജൻസ് ടു 0 ഇൻ മെഷറാണ്, കൂടാതെ യൂണിഫോംലി ഇൻ്റഗ്രബിൾ ആൻഡ് ടൈറ്റ് ഓവർ ഇ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഫ് എൻ കെ കൺവേർജൻസ് ടു 0 ഇൻ മെഷർ ആയതുകൊണ്ട് ആ എഫ് എൻ കെയിൽ നമ്മൾ ഈ റീസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എഫ് എൻ കെക്ക് ഒരു സബ്സീക്വൻസ് ഉണ്ടാവും. ഓക്കെ, എഫ് എൻ കെക്ക് ഒരു സബ്സീക്വൻസ് ഉണ്ടാവും. ആ സബ്സീക്വൻസ് 0 കൺവേർജ് ചെയ്യും. ഓക്കെ, കൂടാതെ അത് യൂണിഫോംലി ഇൻ്റഗ്രബിൾ ആൻഡ് ടൈറ്റ് ആയിരിക്കും. എഫ് എൻ കെയുടെ സബ്സീക്വൻസ് 0 കൺവേർജ് ചെയ്യുന്ന എല്ലാ സബ്സീക്വൻസും അല്ല, ഒരു സബ്സീക്വൻസ് ഉണ്ടാവും. ആ സബ്സീക്വൻസ് 0 പോയിന്റ് വൈസ് കൺവേർജൻസ് ഉണ്ട്, യൂണിഫോംലി ഇൻ്റഗ്രബിൾ ആണ്, ടൈറ്റ് ഓവർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ വിറ്റാലി കൺവേർജൻസ് തിയറത്തിൻ്റെ ജനറൽ കേസ് അപ്ലൈ ചെയ്യാം. അത് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറയും? എഫ് എൻ കെയുടെ ഈ സബ്സീക്വൻസ് 0 കൺവേർജ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ സബ്സീക്വൻസിൻ്റെ ഇൻ്റഗ്രലും 0 കൺവേർജ് ചെയ്യും. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ ഇ ദാറ്റ് എഫ് എൻ, ഞാൻ ആ സബ്സീക്വൻസിനെ എഫ് എൻ കെ എന്ന് വെറുതെ വിളിക്കുകയാണ് എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. എഫ് എൻ കെയുടെ സബ്സീക്വൻസാണ് എഫ് എൻ കെ എം. അടന്നോട്ടെ, ഈ സബ്സീക്വൻസ് എന്താണ്? നമ്മൾ എഫ് എൻ കെ കൺവേർജൻസ് എഫ് എൻ കെ 0 കൺവേർജ് ചെയ്യുന്ന ഓക്കെ. അതുകൊണ്ട് ഈ ഒരു സബ്സീക്വൻസ്, ഇങ്ങനെ ഒരു സബ്സീക്വൻസ് 0 പോയിന്റ് വൈസ് കൺവേർജൻസ് ഉണ്ട്. കൂടാതെ ഇത് യൂണിഫോംലി ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് ഇതും യൂണിഫോംലി ഇൻ്റഗ്രബിൾ ആണ്. കൂടാതെ ഇത് ടൈറ്റ് ഓവർ ഇയും കൂടിയാണ്, കാരണം ഇത് ടൈറ്റ് ഓവർ ആണ്. എഫ് എൻ ഇതൊക്കെയാണ്, അതുകൊണ്ട് എഫ് എൻ കെ ഇതൊക്കെയാണ്. എന്താണ്? അപ്പോൾ ഈ സബ്സീക്വൻസ് എഫ് എൻ കെ 0 പോയിന്റ് വൈസ് കൺവേർജൻസ് ഉണ്ട്, യൂണിഫോം ഇൻ്റഗ്രബിൾ ആണ്, ടൈറ്റ് ഓവർ ആണ്. സോ ബൈ വിറ്റാലി കൺവേർജൻസ് തിയറത്തിൻ്റെ ജനറൽ കേസ് പ്രകാരം നമുക്ക് എന്ത് പറയാം? ഇൻ്റഗ്രൽ എഫ് എൻ കെ എം കൺവേർജസ് ടു 0 ആണ്. അതായത് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എഫ് എം ഈക്വൽ ടു 0 എന്ന് തന്നെ പറയാം അതിൻ്റെ ലിമിറ്റ് എടുത്താൽ. ഓക്കെ, കൺവേർജസ് ടു കൺവേർജസ് ടു 0 ആണ് എന്ന് പറയാം.
അപ്പോൾ അത് 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും ഇൻ്റഗ്രൽ FN(km) ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അപ്പോൾ ഇൻ പെർട്ടിക്കുലർ ഈ എപ്സിലോൺ നോട്ട് എടുത്തു കഴിഞ്ഞാലും ഇൻ്റഗ്രൽ FN(km) ലെസ് ദാൻ എപ്സിലോൺ ആണ്. അതായത് ഈ സബ്സീക്വൻസിലുള്ള എല്ലാ ടേമിൻ്റെയും ഇൻ്റഗ്രൽ എപ്സിലോൺ നോട്ടിനേക്കാൾ ചെറുതാണ്. അതേസമയം ഇവിടെ എന്താ നമുക്ക് തന്നിട്ടുള്ളത്? ഇൻ്റഗ്രൽ ഓവർ ഈ FN(k) ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ഫോർ ഓൾ k. അതായത് സീക്വൻസ് ഉണ്ട്, ആ സീക്വൻസിൽ എല്ലാ ടേമും എപ്സിലോൺ നോട്ടിനേക്കാൾ വലുതാണ് എന്ന് പറയുന്നു. ആ സീക്വൻസിൽ തന്നെ കുറച്ച് ടേംസ് എടുത്ത് നമ്മൾ എഴുതുന്ന സബ് സീക്വൻസിൽ എല്ലാ ടേമും എപ്സിലോൺ നോട്ടിനേക്കാൾ ചെറുതാണ് എന്നും പറയുന്നു. ഇറ്റ്സ് എ കോൺട്രഡിക്ഷൻ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? കോൺട്രഡിക്ഷൻ ആയതുകൊണ്ട് നമ്മൾ അസംഷൻ തെറ്റാണ്, അതുകൊണ്ട് 5th ട്രൂ ആണ് എന്ന് പറയാം. ഇതാണ് കൺവേർജൻസ് ഇൻ മെഷറിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.